ആദ്യം തന്നെ ഡിസേർവിംഗ് ആണോ എന്ന് തോന്നിയ കുറച്ച് അവാർഡ്സിനെ പറ്റി സംസാരിക്കാം. അത് വളരെ കുറച്ചേ ഉള്ളൂ, അപ്പോൾ എളുപ്പം തീരും. മികച്ച സഹനടൻ വിജയരാഘവൻ പൂക്കാലം, MS ഭാസ്കർ പാർക്കിംഗ്. രണ്ടുപേരും ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു. പൂക്കാലം ആൻഡ് പാർക്കിംഗ് റെസ്പെക്റ്റീവ്ലി രണ്ടുപേരും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഒരു നാഷണൽ അവാർഡ് ഡിസേർവ് ചെയ്യുന്നവർ തന്നെയാണ്. മികച്ച സഹനടി ഉർവശി ഉള്ളൊഴുക്ക്. എനിക്കാണെങ്കിൽ ആ സിനിമയിൽ ആകപ്പാടെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ അത് ഉർവശിയുടെ അഭിനയം മാത്രമാണ്. സോ ഷീ ഈസ് ഓൾസോ ഡിസേർവിംഗ്. അതുപോലെ ജാൻകി ബൊഡിവാല വഷ് എന്ന് പറഞ്ഞ സിനിമയുടെ നമ്മുടെ അജയ് ദേവ്ഗണിന്റെ സെയ്ത്താൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഒറിജിനൽ വേർഷനാണ് വഷ്. അതും ഗംഭീര പടമാണ്, ഗംഭീര പെർഫോമൻസ് ആണ്. ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈൻ മോഹൻദാസ്, ഡിസേർവിംഗ് ആണ്. 2018. മികച്ച ഫിലിം 12th ഫെയിൽ. ഓക്കെ, ഡിസേർവിംഗ് തന്നെയാണ്. മികച്ച മലയാള സിനിമ ഉള്ളൊഴുക്ക്. ഓക്കെ. മികച്ച നടൻ ഷാറൂഖ് ഖാൻ. സിനിമ ജവാൻ. ജവാനിലെ പെർഫോമൻസിന് ഷാറൂഖ് ഖാൻ മികച്ച നടനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടനാണ് ഷാറൂഖ് ഖാൻ. അപ്പൊ പുള്ളിക്ക് നാഷണൽ അവാർഡ് കിട്ടുമ്പോൾ നാച്ചുറലി ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ കിട്ടിയിരിക്കുന്നത് ജവാൻ എന്ന് പറഞ്ഞ സിനിമയിലാണ്. അതായിരുന്നു 2023 ഏറ്റവും മികച്ച ഒരു നായക നടന്റെ പെർഫോമൻസ്. എനിക്ക് അങ്ങനെ ഒരിക്കലും ഞാൻ ജവാനിലെ ഷാറൂഖ് ഖാൻ ഭയങ്കര മോശം പ്രകടനം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ബട്ട് 2023 ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അതാണെന്നൊക്കെ തോന്നുന്ന മനസ്സ് എന്റെ പൊന്നെ. ബാസിഗർ, ചക് ദേ ഇന്ത്യ, മൈ നെയിം ഈസ് ഖാൻ, സ്വദേശ്, കൽഹോ നാഹോ, വീർസാര, ദേവദാസ്, ഇമാരി പടങ്ങൾ ചെയ്തപ്പോഴൊന്നും കിട്ടാത്ത നാഷണൽ അവാർഡ് ഈ കോമാളി പടത്തിലെ പെർഫോമൻസിന് ഷാറൂഖ് ഖാന് കിട്ടി. ആക്ച്വലി ഇതും ഷെയർഡാണ്. നമ്മുടെ വിക്രാന്ത് മാസി 12th ഫെയിലെ പെർഫോമൻസിന് പുള്ളിക്ക് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ വിക്രാന്ത് മാസിക്ക് ഒരു നാണക്കേട് പോലെയാണ്. ജവാനിലെ പെർഫോമൻസിന് ഷാറൂഖ് ഖാന് കിട്ടിയതിനൊപ്പമാണ് പുള്ളിക്ക് 12th ഫെയിലെ പെർഫോമൻസിന് അവാർഡ് കിട്ടിയിരിക്കുന്നത്. ജോക്സ് അപ്പാർട്ട്, വിക്രാന്ത് മാസി കൺഗ്രാജുലേഷൻസ്. ബട്ട് ഷാറൂഖ് ഖാൻ ആലോചിക്കണം, മൈ നെയിം ഈസ് ഖാന് പോലും കിട്ടാത്തൊരു അവാർഡ് ജവാനിലെ പെർഫോമൻസിന് ഷാറൂഖ് ഖാന് കിട്ടുന്നു. അതായത് അന്ന് അവാർഡ് കൊടുക്കാതെ അപമാനിച്ചു, ഇന്ന് അവാർഡ് കൊടുത്ത് അപമാനിക്കുന്നു. എന്തോന്നാണോ എന്തോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ് ഇതൊക്കെ ഷെയർഡ് ആയിട്ട് കൊടുക്കുന്നത് തന്നെ വളരെ മോശം പരിപാടിയാണ്. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നേ ഉള്ളൂ, ദ ബെസ്റ്റ്. ആ ദ ബെസ്റ്റിന് വേണം അവാർഡ് കൊടുക്കാൻ, അല്ലാതെ ഈ ഷെയർഡ് പരിപാടി ഭയങ്കര ബോറാണ്. അതും ആലോചിക്കണം, ഈ ഒരു വർഷത്തെ തന്നെ ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് എല്ലാം ഷെയർഡാണ്. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരാളാണ്. ഇത്രയ്ക്ക് അവാർഡ് കൊടുക്കേണ്ട പെർഫോമൻസ് ആണെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ മെൻഷനോ സ്പെഷ്യൽ ജൂറി അങ്ങനെ വല്ലതും കൊടുക്കണം. ബെസ്റ്റ് ആക്ടർ അല്ലെങ്കിൽ ബെസ്റ്റ് ആക്ട്രസ് അവിടെ ഒരാളെ പാടുള്ളൂ. പിന്നെ ഷാറൂഖ് ഖാൻ അവാർഡ് കിട്ടിയാലും രൺബീർ കപൂർ ആനിമൽ ചെയ്തത് 2023 ഇതിൻ്റെയൊക്കെ മേളിൽ നിൽക്കുന്ന ഒരു എക്സ്ട്രാവഗന്റിക് അൺപ്രഡിക്റ്റബിൾ ഓവർ ദ ടോപ്പ് പെർഫോമൻസ് ഷാറൂഖ് ഖാൻ ജവാനി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി അങ്ങനെയൊന്നും തോന്നുന്നില്ല. ആടുജീവിതത്തിന്റെയും പൃഥ്വിരാജിന്റെയും കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാം. പക്ഷെ അതിനു മുമ്പ് ബെസ്റ്റ് ഡയറക്ടറും ബെസ്റ്റ് സിനിമാറ്റോഗ്രഫിയും രണ്ടും കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കാണ്. ഇവിടെ വ്യക്തികളുടെ പേര് മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ആ ഒരു സിനിമ അതാണ് അവിടെ ഫാക്ടറായിട്ട് നിൽക്കുന്നത്. ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞുറപ്പിച്ചതായിരിക്കും മിനിമം ഒരു 3 നാഷണൽ അവാർഡെങ്കിലും. മികച്ച സിനിമയും കൊടുക്കണമെന്നുണ്ടായിരുന്നിരിക്കും, പക്ഷെ അവർക്ക് തന്നെ ഒരു ചങ്കിൽ കുത്തു തോന്നി കാണും. അമ്മാതിരി പടം കണ്ടിട്ട് എങ്ങനെ മികച്ച സിനിമ എന്ന് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ടായിരിക്കും അത് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി ബെസ്റ്റ് ഡയറക്ടറും ബെസ്റ്റ് സിനിമാറ്റോഗ്രഫിയും കേരള സ്റ്റോറിക്ക് തന്നെ കൊടുത്തത്. അതിലൊന്നും പ്രത്യേകിച്ച് അത്ഭുതമില്ല. എല്ലാം വിട്, പ്രൊപ്പഗാൻഡ ഫിലിം വിട്, കോൺട്രവേഴ്സീസ് അത് വിട്. കേരളത്തെയാണ് ഇത് കാണിക്കുന്നത്. പോട്ടെ, നമ്മുടെ കേരളം ഇങ്ങനെ ഒന്നുമേ അല്ല. ആസ് എ മലയാളി ഇത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും പോട്ട്, വേറെ ഏതെങ്കിലും ഒരു പാരലൽ യൂണിവേഴ്സിലെ ഏതെങ്കിലും ഒരു കേരളം ഇങ്ങനെയാണെന്ന് തന്നെ കൺസിഡർ ചെയ്യാം. എന്നാലും ആസ് എ ഫിലിം ഇതിനെ കൺസിഡർ ചെയ്യുമ്പോൾ പോലും ശാലിനി ഉണ്ണികൃഷ്ണൻ മേക്കിംഗ് വൈസ്, പെർഫോമൻസ് വൈസ് എന്താണ് ഈ സിനിമയ്ക്ക് അവാർഡ്, നാഷണൽ അവാർഡ്. എൻ്റെ പൊന്നെ, ബെസ്റ്റ് ഡയറക്ടറിനുള്ള അവാർഡൊക്കെ, ബെസ്റ്റ് സിനിമാറ്റോഗ്രഫിയൊക്കെ. ഈ സിനിമ കാണണം ഗൈസ്. ഇവർ ഉദ്ദേശിച്ച കാര്യം എന്താണോ അത് പ്രോപ്പറായിട്ട് നോർത്ത് ഓഡിയൻസിലോട്ട് ഇൻജെക്ട് ചെയ്യാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ട്. ആ ഒരു പെർസ്പെക്റ്റീവിൽ ബെസ്റ്റ് ഡയറക്ടർ എന്ന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അല്ലാതെ ഒരു സിനിമ എന്ന നിലയിൽ ഇത് നല്ലൊരു കോണ്ടന്റ് ആയതുകൊണ്ട് ഇതിന്റെ ഡയറക്ടറിനൊരു മികച്ച സംവിധായകനുള്ള അവാർഡ് അല്ലെങ്കിൽ സിനിമാറ്റോഗ്രഫിക്കുള്ള അവാർഡ്, നാഷണൽ അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് പക്ഷെ വലിയ അത്ഭുതമൊന്നുമില്ല. എല്ലാം പ്രഡിക്റ്റബിൾ ആയിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. മികച്ച ആക്ഷൻ കോറിയോഗ്രഫി ഹനുമാൻ എന്ന സിനിമയിലെ ആക്ഷൻ കോറിയോഗ്രഫി ആയിരുന്നു 2023 ഏറ്റവും മികച്ച ആക്ഷൻ കോറിയോഗ്രഫി. ആനിമൽ, ജവാൻ പോലത്തെ നല്ല ആക്ഷൻ പടങ്ങൾ വേറെ ഉണ്ടായിരുന്നു 2023. അതും എനിക്കൊരു പക്ക പ്രൊപ്പഗാൻഡ ഫീലാണ് തോന്നുന്നത്. അതുപോലെ മികച്ച എഡിറ്റർ പൂക്കാലം എന്ന സിനിമയ്ക്ക് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പൂക്കാലത്ത് എന്താണ് അത്ര മികപ്പെരിയ എഡിറ്റിംഗ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. എന്താണ് അതിന്റെ ഗുട്ടൻസ് ഒന്നും എനിക്ക് പിടികിട്ടിയിട്ടില്ല. ആകപ്പാടെ ആനിമലിന് കിട്ടിയ ഒരു റെക്കഗ്നീഷൻ, മികച്ച സൗണ്ട് ഡിസൈൻ, മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ ഒരു സ്പെഷ്യൽ മെൻഷനും. ഇത്രയും ഗംഭീര പെർഫോമൻസ് ഉള്ള, ഗംഭീര മേക്കിംഗ് ഉള്ള, ഗംഭീര എഡിറ്റിംഗ് ഉള്ള സിനിമയ്ക്ക് ഇറ്റ് ഡിസേർവ്ഡ് മോർ റെക്കഗ്നീഷൻ ഇൻ മൈ ഒപ്പീനിയൻ. പിന്നെ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ GV പ്രകാശ് വാത്തി എന്ന സിനിമയിൽ
അത് അത്യാവശ്യം വലിയ ട്രാക്സ് ഒക്കെ നല്ലതായിരുന്നു. ബട്ട് അതാണ് ഏറ്റവും മികച്ച നാഷണൽ അവാർഡെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു 2023 ആക്ച്വലി. പിന്നെ ബെസ്റ്റ് തെലുങ്ക് ഫിലിം ഭഗവത് കേസരിയാണ്. എന്തൊക്കെയാണോ എന്തോ ബെസ്റ്റ് സ്ക്രീൻ പ്ലേ ബേബി എന്നുള്ള സിനിമയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ദൈവമേ. പിന്നെ പാർക്കിംഗ് എന്ന സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ റെക്കഗ്നേഷൻ കിട്ടിയിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ റൈറ്റിംഗ്, ബെസ്റ്റ് തമിഴ് ഫിലിം, സപ്പോർട്ടിംഗ് ആക്ടർ, അങ്ങനെ ഒരുപാട് റെക്കഗ്നേഷൻസ് പാർക്കിംഗ് എന്ന സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സിനിമ തന്നെയാണ് ബാക്കി. അങ്ങനെ ഡിസേർവിംഗ് ആണെന്ന് തോന്നുന്ന ചുരുക്കം കുറച്ച് അവാർഡുകളും കേൾക്കുമ്പോൾ തന്നെ ഞെട്ടലും ചിരിയും ഒരുപോലെ വരുന്ന ഒരുപാട് അവാർഡുകളും ഉണ്ടായിരുന്ന ഒരു 2023 നാഷണൽ അവാർഡ്. ആക്ച്വലി മരക്കാരനും പുഷ്പയ്ക്കും ഒക്കെ ഉള്ള അവാർഡ് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ അത് തന്നെ സെയിം സാധനം. ഇപ്പൊ കുറെ കാലമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ബട്ട് എന്നാൽ ഷാറൂഖ് ഖാൻ ജവാൻ അവാർഡ് കൊടുത്ത് നിങ്ങൾ പുള്ളിയെയും പുള്ളിയുടെ ഫാൻസിനെയും അപമാനിക്കുന്ന ഒരു ലെവലാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇനി നമുക്ക് ആടുജീവിതത്തിന്റെയും പൃഥ്വിരാജിന്റെയും കാര്യത്തിലോട്ട് വരാം. ഓഫ് കോഴ്സ് ആടുജീവിതം എന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചാണ് മിനിമം ഒരു 3-4 നാഷണൽ അവാർഡെങ്കിലും ആ ഒരു സിനിമയ്ക്ക് കിട്ടുമെന്ന്. ബട്ട് ഈ ഒരു ലിസ്റ്റിൽ ആടുജീവിതം എന്ന പേരേ ഇല്ല. ആദ്യം ഞാൻ കരുതിയത് പൃഥ്വിരാജ് എമ്പുരാൻ കോൺട്രവേഴ്സീസ് കാരണം പൃഥ്വിരാജിന്റെ പേര് മികച്ച നടനിൽ നിന്നും ഒഴിവാക്കിയതാണെന്ന്. ബട്ട് പിന്നീട് നോക്കുമ്പോഴാണ് ആടുജീവിതം എന്ന സിനിമ തന്നെ ഒരിടത്തും മെൻഷൻ ആവുന്നില്ല. അങ്ങനെ ഒരു സിനിമയാണോ അത്? നിങ്ങൾ എത്ര അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കാമെന്ന് ശ്രമിച്ചാലും അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സിനിമയാണ്. അത്രയ്ക്ക് ടോപ്പ് നോച്ച് ക്വാളിറ്റി ഉള്ള ഒരു സിനിമ. സൗണ്ട് ഡിസൈനിങ്ങിലായാലും മേക്കിങ്ങിലായാലും പെർഫോമൻസ് ആയാലും അഫ്കോഴ്സ്. സോ അങ്ങനെ ഒരു സിനിമ ഇവർക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്ത് എങ്ങനെയാണ് ഒരു അവാർഡ് ലിസ്റ്റ് ഉണ്ടാക്കാൻ കഴിയുക എന്നൊരു ചിന്ത വന്നത്. അങ്ങനെ ഇതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആടുജീവിതത്തിന്റെ സർട്ടിഫിക്കേഷന് CBFCയിലേക്ക് അപേക്ഷിച്ചത് ജാനുവരി 2024 ആൻഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് ഫെബ്രുവരി 1, 2024. സിനിമ റിലീസായത് 28 മാർച്ച് 2024. സോ അതുകൊണ്ട് ആടുജീവിതം എന്ന സിനിമ 72ാമത് ദേശീയ അവാർഡിലായിരിക്കും പരിഗണിക്കുന്നതെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ റിപ്പോർട്ട്സ്. ബട്ട് എന്നാൽ ഇന്ന് കണ്ട ചില ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്സിൽ ആടുജീവിതം ഈ വർഷത്തെ അവാർഡ്സിൽ തന്നെയാണ് മത്സരിച്ചതെന്നും എന്നാൽ ഒരു അവാർഡ്സിലോട്ടും പരിഗണിക്കാത്തതാണെന്നും ന്യൂസ് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പറയാനില്ല സത്യം പറഞ്ഞാൽ. സ്റ്റിൽ ഒരു 100% കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഒരു ക്ലിയർ ക്ലാരിഫിക്കേഷൻ ഉള്ളവരൊന്ന് കമന്റ് ബോക്സിൽ പറയണേ. ഈ ഒരു വർഷം ഈ ഒരു സിനിമയെ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എത്രമാത്രം കടുകട്ടി ആയിട്ട് ഈ സിനിമയെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ പോലും ഒരിടത്ത് പോലും ആടുജീവിതം എന്ന ആ ഒരു ഗോട്ട് ലൈഫ് അല്ലെങ്കിൽ ലിറ്ററലി ഗോട്ട് ആയിട്ടുള്ള ഒരു സിനിമ മെൻഷൻ ആവാതെ ഇരിക്കത്തില്ല. സോ നമുക്ക് പ്രതീക്ഷിക്കാം 2026 72ാമത് ദേശീയ അവാർഡിൽ ആടുജീവിതം എന്ന സിനിമ ഒരു വലിയൊരു വിപ്ലവം തന്നെ ഉണ്ടാക്കുമെന്ന്. ബട്ട് പറയാൻ പറ്റത്തില്ല. അടുത്ത കൊല്ലം ഉണ്ട് ഒരുപാട് പ്രൊപ്പഗാൻഡ ഫിലിംസ് ലിസ്റ്റിൽ. അതിൽ ചാവ അത് പ്രൊപ്പഗാൻഡ ഫിലിമാണ്, അതേസമയം അത് ഡിസേർവിംഗ് ആണ്. സോ അതിനൊക്കെയാണ് ഹൈ ചാൻസസ്. അപ്പോൾ പെർഫോമൻസ് ആയാലോ മികച്ച സിനിമയായാലോ നമുക്ക് അതിലൊന്നും പറയാൻ പറ്റത്തില്ല. ബട്ട് നമുക്കൊരു ഹോപ്പ് വയ്ക്കാം ആടുജീവിതം വിൽ ഗെറ്റ് ഇറ്റ്സ് ഡിസേർവിംഗ് റെക്കഗ്നിഷൻസ്. ആൻഡ് ഈ ഒരു വർഷത്തെ അവാർഡ്സ് ഷാറൂഖ് ഖാനും കേരള സ്റ്റോറിയും കൂടെ തൂക്കിയിട്ടുണ്ട്. പാവം വിക്രം നാസി. ആൻഡ് എനിക്കിപ്പോഴും ഒരു തരത്തിൽ സോൾവ് ചെയ്യാൻ പറ്റാത്ത മിസ്റ്ററി മികച്ച എഡിറ്റർ പൂക്കാലത്തിന് എങ്ങനെ കിട്ടിയതാണ്. ഈ പൂക്കാലവും BJPയും തമ്മിൽ എന്താ ബന്ധം?